In mobile communication, new topics are classification of satellite and satellite capacity allocation time division. First one, classification of satellite. In satellite communication system based on the altitude. Altitude mean distance between earth and satellite. Satellites in three different types ആയിട്ട് categorize ചെയ്തിട്ടുണ്ട്. Geostationary satellite, low earth orbiting satellite and medium earth orbiting satellite. Okay, first one, geostationary satellite. In satellite communication system, most commonly used type of satellite communication ആണ് geostationary satellite. From earth equatorial region നിന്നും 35,863 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ജിയോസ്റ്റേഷണറി എർത്ത് ഓർബിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്സിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ആംഗുലാർ സ്പീഡിൽ അതേ സ്പീഡിലായിരിക്കും ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ട് എർത്തിൽ നിന്ന് എപ്പോഴും ഒരേ സ്പോട്ടിൽ തന്നെ ആയിരിക്കും സാറ്റലൈറ്റ് വിസിബിൾ ആവുക. The most common type of communication satellite is the geostationary satellite. If the satellite is in a circular orbit 35,863 km above the Earth surface and rotates in the equatorial plane of the Earth, it will rotate at exactly the same angular speed as the Earth and will remain above the same spot on the equator as the Earth rotates. Geostationary satellite system advantages എന്ന് പറയുന്നത് എർത്ത് ആൻഡ് ജിയോ സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ലോങ് ഡിസ്റ്റൻസിലാണ്. സോ ഈ സാറ്റലൈറ്റിന് എർത്തിലെ ലാർജ് ഏരിയ കവർ ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, യൂസിങ് ജിയോ സാറ്റലൈറ്റ് അപ്രോക്സിമേറ്റ്ലി എർത്തിന്റെ 1/4 റീജിയൻ വരെ കവർ ചെയ്തുകൊണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇക്വറ്റർ റീജിയനിലാണ്. സോ നോർത്ത് ആൻഡ് സൗത്ത് പോൾ റീജിയനിലേക്ക് സർവീസസ് വളരെ പുവർ ആയിരിക്കും. കാരണം പുവർ സിഗ്നൽസ് ആയിരിക്കും റീച്ച് ചെയ്യുന്നത്. സോ പുവർ സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അഡ്വാൻറ്റേജസ്: ദ സാറ്റലൈറ്റ് ഈസ് സ്റ്റേഷനറി റിലേറ്റഡ് ടു ദ എർത്ത്. There is no problem with the frequencies changes due to the relative motions of the satellite and antenna on the earth. That means it has less Doppler effect. Doppler effect mean relative motions ഉണ്ടായിരിക്കുമ്പോൾ frequency changes ഉണ്ടായിരിക്കും. ബട്ട് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് കേസിൽ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് എപ്പോഴും സെയിം സ്പോട്ടിലായിരിക്കും. സോ അതുകൊണ്ട് ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ടായിരിക്കില്ല. ട്രാക്കിംഗ് ഓഫ് ദ സാറ്റലൈറ്റ് ബൈ ഇറ്റ്സ് എർത്ത് സ്റ്റേഷൻസ് ഈസ് സിംപ്ലിഫൈഡ്. At 35,863 km above the Earth, the satellite can communicate with roughly a fourth of the Earth. ഒരു സിംഗിൾ ജിയോ സാറ്റലൈറ്റ് സിസ്റ്റം യൂസ് ചെയ്ത് എർത്തിൽ ഒരു 1/4 റീജിയൻ കവർ ചെയ്തുകൊണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. 3 സാറ്റലൈറ്റ് ഇൻ ജിയോസ്റ്റേഷണറി ഓർബിറ്റ് separated by 120-degree cover most of the inhabited portions of the entire, excluding on the areas near the north and south pole. 3 സാറ്റലൈറ്റ് 120 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ റീജിയൻ എക്സ്ക്ലൂഡിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഡിസ്അഡ്വാൻറ്റേജസ്. എർത്ത് ആൻഡ് സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസിലാണ്. സോ എർത്ത് സ്റ്റേഷനിൽ സാറ്റലൈറ്റിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു എർത്ത് സ്റ്റേഷനിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇറ്റ് മേക്ക് ലാർജ് ഡിലേ ആൻഡ് സിഗ്നൽസ് ലോസ് ആവാൻ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഡ്യൂ ടു ലാർജ് ഡിലേ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിലൊന്നും യൂസ് ചെയ്യാറില്ല. കോമൺലി യൂസ് ചെയ്യുന്നത് TV ചാനൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജസ്: ദ സിഗ്നൽ ക്യാൻ ഗെറ്റ് ക്വൈറ്റ് വീക്ക് ആഫ്റ്റർ ട്രാവലിംഗ് ഓവർ 35,000 km. In the polar region and far northern and southern hemispheres are poorly served by geostationary satellite. Even at the speed of light above 3 lakh
kilometer per second. The delay in sending a signal from a point on the equator beneath the satellite to the satellite and back is substantial. ലൈറ്റ് ഓഫ് സ്പീഡിൽ വരെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്താലും ലാർജ് ഡിലേ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള 2-വേ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് യൂസ് ചെയ്യാറില്ല. ഓക്കെ. സെക്കൻഡ് വൺ, ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്. ലിയോ സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫ്രം എർത്ത് 500 to 1500 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പോലെ ഒരു സിംഗിൾ ഓർബിറ്റിലല്ല, ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ ഡിഫറെൻറ്റ് ഓർബിറ്റ്സിലായിട്ടാണ് ലിയോ സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ലിയോ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് എർത്ത് മൂവ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റിലാണ്. സോ ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിലേക്ക് സിഗ്നൽസ് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ടാണ് ലിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്ലെയിനിൽ മൾട്ടിപ്പിൾ ഓർബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എൻറ്റയർ എർത്ത് കവർ ചെയ്തുകൊണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫ്രം എർത്ത് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടാണ്. ഒരു 500 to 1500 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടൈം വളരെ ലെസ് ആയിരിക്കും. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള 2-വേ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ആയിരിക്കും. ഓക്കെ. The satellite is in a circular orbit 500 km to 1500 km above the Earth surface and rotates around their orbital plane faster than rotation of Earth. It requires the multiple orbital planes with each with multiple satellites in orbit. Communication between two Earth stations typically will involve handing off the signal from one satellite to another. Advantages: reduced propagation delay and the received LEO signal is much stronger than that of GEO signal for the same transmission power. In LEO satellite, Earth and satellite distance compared to geostationary satellite less ആണ്. സോ സിഗ്നൽസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സിഗ്നൽ ലോസ് അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവാനുള്ളൊരു ചാൻസ് ലെസ് ആയിരിക്കും. ലിയോ കവറേജ് ക്യാൻ ബി ബെറ്റർ ലോക്കലൈസ്ഡ് സോ ദാറ്റ് സ്പെക്ട്രം ക്യാൻ ബി ബെറ്റർ കൺസേർവ്ഡ്. For this reason, this technology is currently being proposed for communication with mobile terminals and with personal terminals that need stronger signal to function. It provides broad coverage over 24 hours. Many satellites are needed. So in LEO satellite, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു സിംഗിൾ സാറ്റലൈറ്റ് അല്ല, it need number of satellite. Okay. Then LEO satellite based on the commercial proposal 2 different types categorize ചെയ്തിട്ടുണ്ട്. Little low earth orbit satellite and big low earth orbit satellite. First one, little LEO satellite. Below 1 GHz frequency 10 kilobits per second data rates support ചെയ്യുന്ന communication satellite system ആണ് little LEO satellite. This satellite യൂസ് ചെയ്തിരുന്നത് പേജിംഗ്, ട്രാക്കിംഗ് ആൻഡ് ലോ റേറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെയാണ്. ഓക്കെ. ഇറ്റ് വർക്ക്സ് അറ്റ് കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസീസ് ബിലോ 1 GHz യൂസിംഗ് നോ മോർ ദാൻ 5 MHz ഓഫ് ബാൻഡ്വിഡ്ത്ത്, സപ്പോർട്ടിംഗ് ഡാറ്റ റേറ്റ്സ് അപ് ടു 10 kilobits per second. These systems are aimed at paging, tracking and low rate messaging. And OPCOM was the first LEO in operation. It is used by business to track trailers, rail cars, heavy equipment and other remote and mobile assets. Okay, next point. Little LEO satellite system commonly use ചെയ്യുന്നത് oil and gas storage tanks, wells and pipeline പോലുള്ള വർക്ക് സൈറ്റ് റിമോട്ട് ഏരിയയിൽ ഇരുന്നുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു മോണിറ്റർ
remote utility meters, and oil and gas storage tanks, wells, and pipelines. It can be used to stay in touch with remote workers anywhere in the world as well. സോ ഏത് ഏരിയയിൽ ഇരുന്നുകൊണ്ടും വർക്കേഴ്സിനെ ആ വർക്ക് സൈറ്റ് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇറ്റ് യൂസ് ദ ഫ്രീക്വൻസീസ് 148 to 150 MHz to the satellite and 137 to 138 MHz from the satellite. അപ്പ് ലിങ്കിലും ഡൗൺ ലിങ്കിലും ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് വെൽ ഓവർ 30 satellite in LEO. Okay. It supports subscriber data rates. That means uplink provide ചെയ്യുന്നത് 2.4 kilobits per second റേറ്റിലും ടു ദ സാറ്റലൈറ്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡൗൺ ലിങ്കിന് 4.8 kilobits per second ഡാറ്റ റേറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലിറ്റിൽ ലിയോ സാറ്റലൈറ്റ്. സെക്കൻഡ് വൺ ബിഗ് ലിയോ സാറ്റലൈറ്റ്. ഫ്രീക്വൻസി അബവ് 1 GHz സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ബിഗ് ലിയോ സാറ്റലൈറ്റ്. ഇവിടെ ഡാറ്റ റേറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് ഡാറ്റ റേറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദി സിസ്റ്റം ടെൻസ് ടു ഓഫർ ദ സെയിം സർവീസ്. ലിറ്റിൽ ലിയോ സാറ്റലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സർവീസസും ബിഗ് ലിയോ സാറ്റലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വോയിസ് ആൻഡ് പൊസിഷനിങ് സർവീസ് കൂടെ ബിഗ് ലിയോ സാറ്റലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വർക്ക്സ് അറ്റ് ഫ്രീക്വൻസീസ് above 1 GHz and support data rates up to a few megahertz per second. This system tends to offer the same services as those of small LEOs with the addition of voice and positioning service. Third category, medium earth orbit satellite. MEO satellite place ചെയ്തിരിക്കുന്നത് ഫ്രം എർത്ത് 5,000 to 18,000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ദ ഇക്വേറ്റർ. ഇൻക്ലൈൻഡ് ഓർബിറ്റിലാണ് മിയോ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മീഡിയം എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് GPS സിസ്റ്റമാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതാണ് അതിൻ്റെ മെയിൻ എക്സാമ്പിൾ. കമ്പയർഡ് ടു ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് വൈഡ് ഏരിയ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ മീഡിയം എർത്ത് ഓർബിറ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് കമ്പയർ ടു ലോ എർത്ത് ഓർബിറ്റ് ഫ്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഓഫ് ഓപ്പറേഷൻസും ലെസ് ആയിരിക്കും. ഓക്കെ, ദ സാറ്റലൈറ്റ് ഈസ് ഇൻ ഓർബിറ്റ് 5,000 കിലോമീറ്റർ ടു 18,000 കിലോമീറ്റർ above the earth surface and inclined to the equator. MEO satellite require much fewer handoff than LEO satellite. While propagation delay to Earth from such satellites and the power required are greater than for LEOs, they are still substantially less than for GEO satellite. A prime example of medium Earth orbit is the global positioning system. Same way, propagation delay. Low Earth orbit എർത്തിനോട് നിയർ ആണ്, സോ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ വെരി ലെസ് ആയിരിക്കും. ബട്ട് മീഡിയം എർത്ത് ഓർബിറ്റ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ മീഡിയം എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റിലേക്കുള്ള പ്രൊപ്പഗേഷൻ ഡിലേ കമ്പയർ ടു ലിയോ സാറ്റലൈറ്റ് കൂടുതലായിരിക്കും. ബട്ട് കമ്പയർ ടു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റിന് പ്രൊപ്പഗേഷൻ ഡിലേ ലെസ് ആയിരിക്കും. ഓക്കെ, next one, comparison between geostationary orbit, low earth orbit and medium earth orbit. This is an important table in satellite communication. So draw this table in your notebook and submit it as an assignment in Google Classroom. Okay, thank you.